ഹലോ എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനകത്തെ ഓപ്ഷൻസിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്ന് വെച്ചാൽ, നമ്മൾക്ക് സാധാരണ എൻക്ലെക്സ് RN അല്ലെങ്കിൽ പ്രോമെട്രിക്, ഹാദ്, DHA എക്സാമുകളിലെല്ലാം നമ്മൾക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ, അതിന് 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ്, അതിനകത്തുനിന്ന് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആ ടൈപ്സ് ക്വസ്റ്റ്യൻസ് അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു MCQ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാം? അപ്പൊ പലപ്പോഴും നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള MCQ ടൈപ്സ് ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ഒരു ആൻസർ കറക്റ്റ്, ബാക്കി ആൻസറുകളെല്ലാം തെറ്റ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പൊതുവെ നമ്മൾ നഴ്സിംഗിലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഒക്കെയുള്ള പല എക്സാമുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ മത്സര പരീക്ഷകൾ, എൻക്ലെക്സ് RN അല്ലെങ്കിൽ ഹാദ്, പ്രോമെട്രിക് അങ്ങനെയുള്ള എക്സാമുകൾ, പ്രത്യേകിച്ച് എൻക്ലെക്സ് RN എക്സാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിൽ എല്ലാ ഓപ്ഷനും തെറ്റ് ആകണമെന്നില്ല. മറ്റ് ഓപ്ഷൻസ് പോസിബിൾ ആൻസേഴ്സ് ആകാം. പക്ഷേ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനകത്തെ ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഓപ്ഷൻസിനെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്ഷൻസിനെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് അതിനകത്തുനിന്ന് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പ്രയോറിറ്റൈസേഷൻ നമുക്ക് 3 തരത്തിൽ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ 3 അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. ഇനി എൻക്ലെക്സ് RN സ്ട്രാറ്റജീസ്, എക്സാം ടേക്കിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 തരം ഈ 3 രീതികൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് യൂസിങ് ABC. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ABC ഉപയോഗിച്ച് ആണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ നീഡ്സ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ABC മാത്രമല്ല, അതിനെ നമുക്ക് DEF അങ്ങനെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റും. കാരണം ഇത് നമ്മളുടെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും ആപ്ലിക്കബിൾ ആണ്. അപ്പം ദിസ് വിൽ ബി യൂസ്ഫുൾ ഐ ഗസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതുതരം വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ എനിക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും പിന്നീട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ABC ഉപയോഗിച്ച് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ABC അത് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് A സ്റ്റാർട്ട്സ് വിത്ത് എയർവേ. ഓക്കെ, അപ്പോൾ എയർവേ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെദർ ദ പേഷ്യൻ്റ് ഹാസ് എ പേറ്റന്റ് എയർവേ. പേഷ്യൻറ്റിൻ്റെ എയർവേയിൽ എന്ന് വെച്ചാൽ നമ്മുടെ എയർവേ, അതിനകത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടോ, പേഷ്യൻറ്റിന് ഒരു പേറ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തടസ്സമില്ലാത്ത ഒരു എയർവേ ഉണ്ടോ എന്നുള്ളതാണ് അവിടെ നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർവേ എങ്ങനെ ഒബ്സ്ട്രക്റ്റഡ് ആകാം? ഇപ്പോൾ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ടങ് പുറകിലേക്ക് മറിഞ്ഞു പോകാം, ടങ് മേ ഫോൾ ബാക്ക്. ഓക്കെ, പിന്നെ അതുപോലെ എന്തെങ്കിലും ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ചെയ്താൽ പേഷ്യൻറ്റിൻ്റെ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആകാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് മൂലമാണെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ മറ്റതുപോലുള്ള സെക്രീഷൻസ്, അല്ലെങ്കിൽ പല്ല് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ എയർവേ അഫക്റ്റഡ് ആകാനുള്ള അല്ലെങ്കിൽ ഇൻ്ററപ്റ്റഡ് ആകാനുള്ള, ഒബ്സ്ട്രക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
അപ്പോൾ അതാണ് മെയിൻറ്റെയിനിങ് എ പേറ്റന്റ് എയർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പല മാർഗങ്ങളുണ്ട്. നമ്മൾ ഈവൻ ഇൻക്യുബേറ്റ് ചെയ്യുന്നത് ടു മെയിൻറ്റെയിൻ എ പേറ്റന്റ് എയർവേക്ക് വേണ്ടിയിട്ടാണ്, പേറ്റന്റ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ നമ്മൾ സക്ഷൻ ചെയ്യുന്നത്, സെക്രീഷൻസ് ആസ്പിറേറ്റ് ചെയ്ത് കളയുന്നത്, ഇതെല്ലാം. അതുപോലെ ടങ് ഫോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോൾ ബാക്ക് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഒരു മൗത്ത് ഗാർഡ് ഒക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് നമുക്ക് ടു പ്രിവെൻറ്റ് ഇൻറ്ററപ്ഷൻ ഇൻ ദ എയർവേ, അല്ലെങ്കിൽ ടു മെയിൻറ്റെയിൻ എ പേറ്റന്റ് എയർവേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബ്രീതിങ് ആണ്. ബ്രീതിങ്, പേഷ്യൻ്റ് ബ്രീത് ചെയ്യുന്നുണ്ടോ, ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ. അപ്പോൾ ബ്രീത് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ ആകാം. അപ്പോൾ ഈ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ബ്രീത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ പേഷ്യൻ്റ് ബ്രീത് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിൽ. അപ്പോൾ ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ മാറ്റിയതിന് ശേഷം ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെദർ ദ പേഷ്യൻ്റ് ഈസ് ബ്രീതിങ് ഓർ നോട്ട്. അപ്പോൾ ബ്രീതിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ ആകാം, അതല്ലെങ്കിൽ ഡ്യൂ ടു എനി പ്രോബ്ലം, എനി ഹെഡ് ഇഞ്ചുറി, റെസ്പിറേറ്ററി സെൻറ്ററിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ട് ബ്രീതിങ് അഫക്റ്റഡ് ആകാം. അപ്പം വെദർ ദ പേഷ്യൻ്റ് ഈസ് ബ്രീതിങ് ഓർ നോട്ട്. ഇനി അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക, എന്തെങ്കിലും മറ്റ് അസുഖങ്ങളാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. സോ ബ്രീതിങ്, പിന്നെ അതുപോലെ ബ്രീതിങ് റേറ്റ്, റിതം, നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. ബ്രീതിങ് മോണിറ്റർ ചെയ്യുക, അസസ്മെന്റ് പ്ലസ് മാനേജ്മെന്റ് ആണ് അടുത്ത സ്റ്റെപ്പിൽ, അല്ലെങ്കിൽ ഈ റെസ്പിറേഷൻ RB എന്നുള്ള സ്റ്റെപ്പിൽ വരുന്നത്. പിന്നെ അടുത്തത് സി ഫോർ സർക്കുലേഷൻ മെയിൻറ്റെയിൻഡ് ആണോ എന്ന് എങ്ങനെ അറിയാം? അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക്കലി നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ പൾസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഉണ്ടോ. പിന്നെ അതുപോലെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ എക്സ്ട്രിമിറ്റീസിൽ വാംത്ത്, ചൂടായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് തണുത്തായിരിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകും പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ നടക്കുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ നോക്കുന്ന വേറൊരു കാര്യമാണ് ക്യാപ്പില്ലറി റീഫിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് സാറിന് പറയും ഒരു 6 സെക്കൻഡ്സിൽ കുറവാണെങ്കിൽ ക്യാപ്പില്ലറി റീഫിൽ അഫക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ സാച്ചുറേഷൻ നോക്കാറുണ്ട്. സാച്ചുറേഷൻ നോക്കുന്നത് അത് ബോത്ത് ഓക്സിജൻ ഈ പെരിഫറിയിലേക്ക് ലഭിക്കുന്നുണ്ടോ, ഇനി അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈയിൽ കുറവുണ്ടെങ്കിലും ഓക്സിജനേഷനിൽ കുറവുണ്ടാകും, സാച്ചുറേഷനിൽ കുറവുണ്ടാകാം. അപ്പം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ബ്ലഡ് പ്രഷർ ഈസ് അനദർ ഇൻഡിക്കേഷൻ ഓഫ് പേഷ്യൻസ് പ്രോപ്പർ സർക്കുലേഷൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ ഇതാണ് സർക്കുലേഷൻ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡി ഫോർ നമ്മൾ പറയും ഡ്രഗ് ആൻഡ് ഡയറ്റ്. ഓക്കെ, അപ്പോൾ അത് പേഷ്യൻറ്റിന് അപ്പോൾ ഈ ABC ഈ 3 കാര്യങ്ങൾ മെയിൻറ്റെയിൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രഗ്. പേഷ്യൻറ്റിന് എന്താണോ അസുഖം അതിനുള്ള ഡ്രഗ്, ഇപ്പോൾ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിനുള്ള ആൻറ്റിബയോട്ടിക്, അതുപോലെ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ ICP കൂടുതൽ അതിനുള്ള മെഡിസിൻസ്, വാട്ട് എവർ ബി ദ റീസൺ, നിങ്ങൾ എന്തെങ്കിലും കാർഡിയാക് റിലേറ്റഡ് ആണോ, റെസ്പിറേറ്ററി റിലേറ്റഡ് ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഗിവിങ് ദ അപ്രോപ്രിയേറ്റ് മെഡിക്കേഷൻസ്. പിന്നെ അതുപോലെ തന്നെ ഡയറ്റ് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന് ഒരു പ്രയോറിറ്റൈസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഡയറ്റിനകത്ത് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പേഷ്യൻ്റ് ഓറലി കഴിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഭക്ഷണം കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക. പിന്നെ ഇനി ഓറലി അയാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്വാളോയിങ്ങിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഉപയോഗിച്ച് ഫുഡ് കൊടുക്കാം. പിന്നെ ഇനി അതും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ TPN, ടോട്ടൽ പാരൻ്ററൽ ന്യൂട്രീഷൻ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ചില കേസിൽ പേഷ്യൻറ്റിനെ ചിലപ്പോൾ NPOയിൽ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അത് അവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
പിന്നെ ഡി കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഇ സ്റ്റാൻഡ്സ് ഫോർ എലിമിനേഷനിൽ നമുക്കറിയാം യൂറിൻ ആൻഡ് സ്റ്റൂൾ അതാണ് മെയിനായിട്ട് എലിമിനേറ്റഡ് ആകുന്നത്. അതിനകത്ത് തന്നെ നമ്മളുടെ ഈ യൂറിൻ എലിമിനേഷൻ നമുക്കറിയാം നമ്മളുടെ സർക്കുലേഷൻ സിയുമായിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. സർക്കുലേഷൻ സർക്കുലേഷൻ പ്രോപ്പർ ആണോ എന്നറിയാനായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂറിൻ. ഓക്കെ, യൂറിൻ്റെ അളവ് ആണ് ഒരു ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ദി ഫ്ലൂയിഡ് സ്റ്റാറ്റസ്. പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റസിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് ഇഫക്റ്റീവായിട്ട് യൂറിൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ഔട്ട്പുട്ട് അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ യൂറിൻ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻഡ് ആണോ? ഇനി യൂറിൻ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഫ്ലൂയിഡ് ഇൻടേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റസ് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, അതല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിലെ മറ്റ് ഓർഗൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, എന്തെങ്കിലും ഇഞ്ചുറീസ്, മാലിഗ്നൻസീസ്, അങ്ങനെയുള്ള പല കണ്ടീഷൻസും ഈ യൂറിനറി എലിമിനേഷനെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബവൽ എലിമിനേഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള എന്ത് പ്രശ്നങ്ങളും, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ട്യൂമേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അത് ബവൽ എലിമിനേഷനിൽ ചിലപ്പോൾ ലൂസ് സ്റ്റൂൾസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡയറിയ ഉണ്ടാകാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്യുന്നേ ഇല്ല ഡ്യൂ ടു ബവൽ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. എത്രയും ഫുഡ് ഇൻടേക്ക്, ഡയറ്റ്, ഡ്രഗ്, അല്ലെങ്കിൽ എലിമിനേഷൻ, എത്രയും ഫ്ലൂയിഡ് ഫ്ലൂയിഡ് സ്റ്റാറ്റസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അത് വീണ്ടും നമ്മളുടെ സിയുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ഹൈജീൻ നീഡ്സ് ആണ്. അപ്പോൾ അതും നമ്മുടെ ബോഡിലി നീഡ്സിനകത്ത് പെടുന്നത് തന്നെയാണ്. മെയിൻറ്റെയിനിങ് ഹൈജീൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഡെയിലി ബാത്ത് കൊടുക്കുന്ന കാര്യം, സ്കിൻ കെയർ, ഐ കെയർ, നമുക്കറിയാം പെരിനിയൽ കെയർ, നമ്മൾ ഇപ്പം ആസ് എ നേഴ്സ് നമ്മൾ നഴ്സിംഗിലൊക്കെ പഠിക്കുന്നുണ്ട്, ഓരോ ഏരിയയും കെയർ ചെയ്യുന്ന, ഓരോ ഏരിയയും ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ ഹൈജീനിൻ്റെ അണ്ടറിൽ വരും. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ സത്യത്തിൽ ആക്ച്വൽ പ്രോബ്ലംസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി ഈ ആക്ച്വൽ പ്രോബ്ലംസ് കഴിഞ്ഞാൽ ഉള്ളത് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. ഈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി നീഡ്സ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ABCDEF വരെയുള്ള, അത് കഴിഞ്ഞ് പിന്നെ HGയും ഒന്നുമില്ല. അതിനകത്ത് നമ്മൾ ഹൈജീൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പറയുന്നത്, അപ്പോൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്സിനകത്താണ് വരുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആണ്. പൊട്ടൻഷ്യൽ പ്രോബ്ലംസിനകത്ത് നമുക്കറിയാം സേഫ്റ്റി ഇഷ്യൂസ്. അപ്പോൾ അത് വീണ്ടും നമ്മളുടെ എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ മുതൽ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക, എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാതിരിക്കുക, ബ്രീതിങ്ങിൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ സർക്കുലേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കുക, അങ്ങനെ മുതൽ തുടങ്ങി നമ്മൾ സെക്യൂരിറ്റിക്കകത്ത് കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ സർക്കുലേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് കൊടുക്കുന്നത് അത് ആ പേഷ്യൻറ്റിന് ആവശ്യമുള്ള അത്ര ഡോസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ നമ്മളതിനെ മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ മറ്റ് പ്രോബ്ലംസ്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിനാണ് കൊടുക്കുന്നെങ്കിൽ ആ മെഡിസിൻ്റെ പ്രോപ്പർ ഡോസേജ്, റൂട്ട്, പിന്നെ ഫ്രീക്വൻസി, അങ്ങനത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. അതുപോലെ നമുക്കറിയാം നമ്മളുടെ റൈറ്റ്സ് അത് ഫോളോ ചെയ്യണം. അങ്ങനെ മെഡിക്കേഷൻസ് കൊടുക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുക. ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുക. ഇനി ഇൻഫെക്ഷൻ ഉണ്ടായാൽ തന്നെ അത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. പിന്നെ നമുക്കറിയാം നമ്മൾ ഏത് ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഏത് സർജിക്കൽ കണ്ടീഷൻസ് എടുത്താലും നമ്മൾ അവിടെ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് ഈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
പിന്നെയാണ് അടുത്ത സ്റ്റെപ്സിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. സേഫ്റ്റി സെക്യൂരിറ്റി കഴിഞ്ഞാൽ നമ്മൾ പറയും ലവ് ആൻഡ് ബിലോങ്ങിങ് പേഷ്യൻറ്റിന്. അപ്പം അതെല്ലാം ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞു. അതെല്ലാം സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ABCD ഓർഡറിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ABCD ഓർഡർ അനുസരിച്ച് നമുക്ക് നമ്മുടെ നീഡ്സ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു വെരി മച്ച്.